അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. 5ാം ക്ലാസ്സിലെ പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, താരീഖ്, അഖ്ലാഖ് ഈ രണ്ട് വിഷയങ്ങളുടെയും പരീക്ഷ ഒരുമിച്ചാണ് നമുക്ക് നടക്കാനുള്ളത്. താരീഖിൻ്റെയും അഖ്ലാഖിൻ്റെയും ഒരു മോഡൽ ചോദ്യപേപ്പറാണ് നമ്മളിവിടെ ചർച്ച ചെയ്യുന്നത്. രണ്ട് വിഷയങ്ങളുടെയും ഫുൾ റിവിഷൻ വളരെ വിശദമായി ചെയ്ത വീഡിയോ നമ്മൾ നേരത്തെ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഇതിൻ്റെ കൂടെ നമ്മൾ ചേർത്ത് വെക്കുന്നുണ്ട്. ഇവിടെ ഒരു മോഡൽ ചോദ്യപേപ്പറാണ് ചർച്ച ചെയ്യുന്നത്. ഒന്നാമത്തെ ചോദ്യം ചേർത്തെഴുതാം. ബ്രാക്കറ്റിൽ ഉത്തരങ്ങളുണ്ട്. നമ്മൾ ശരിയായ ഉത്തരം താഴെയുള്ള ചോദ്യങ്ങൾക്ക് എഴുതുകയാണ് വേണ്ടത്. ബ്രാക്കറ്റിൽ എന്തൊക്കെയാണ് ഓപ്ഷൻസ് ഉള്ളത്? 1 ഗസ്വത്ത്, 2 ബനു ഖുറൈള, 3 ജബലുർ റുമാത്ത്, 4 ഹാരിസ് ഇബ്നു ഉമൈറിൽ അസ്ദി റളിയല്ലാഹു അൻഹു, പിന്നെ ഹിജ്ർ. ഇനി ഒന്നാമത്തെ ചോദ്യം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സംബന്ധിച്ച യുദ്ധങ്ങൾക്ക് പറയപ്പെടും. എന്താണ് പറയാ? നബി തങ്ങൾ പങ്കെടുത്ത യുദ്ധത്തിന് ഗസ്വത്ത് എന്ന് പറയും. 2 മദീനയിലെ ജൂതഗോത്രം ഏതായിരുന്നു? ബനു ഖുറൈള. റോമൻ സൈനികൻ വധിച്ച സഹാബി ആരാണ്? ഹാരിസ് ഇബ്നു ഉമൈറിൽ അസ്ദി റളിയല്ലാഹു അൻഹു. സമൂദുകളെ അള്ളാഹു ശിക്ഷിച്ച സ്ഥലം ഏതാണ്? ഹിജ്ർ ആണ്. ഹിജ്ർ. ഉഹദിൽ അമ്പെയ്ത്തുകാരെ നിർത്തിയ സ്ഥലം ജബലുർ റുമാത്ത്. ഈ രൂപത്തിൽ ശരിയായ ഉത്തരം എടുത്ത് എഴുതുകയാണ് വേണ്ടത്. ഇനി രണ്ടാമത്തത് ശരി അടയാളപ്പെടുത്താം. ബദറിൽ ഷഹീദായവർ എത്രയാണ്? 14. ഖൈബറിൽ മുസ്ലിം സേനയുടെ നേതൃത്വം വഹിച്ചതാരായിരുന്നു? അലി റളിയല്ലാഹു അൻഹു ആണ്. ഇനി മൂന്നാമത്തത് ഖുതുബത്തുൽ വിദാ നിർവഹിച്ചത് എന്നായിരുന്നു? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വിടവാങ്ങൽ പ്രസംഗം. അത് അറഫ ദിവസമാണ് മുത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഈ ഖുതുബത്തുൽ വിദാ നിർവഹിച്ചത്. 4 സമ്പൂർണ്ണ രൂപത്തിൽ നിലകൊള്ളുന്ന മദ്ഹബുകൾ എത്രയാണ്? 4 മദ്ഹബുകളാണ്. അബ്ബാസ് റളിയല്ലാഹു അൻഹു കയറിയ കുതിരയുടെ പേര് ബൈളാ. ഖൈബറിൽ താമസിച്ചിരുന്നത് ആരായിരുന്നു? യഹൂദികളായിരുന്നു. ഷാഫിഈ ഇമാമിന്റെ ജനനം എപ്പോഴാണ്? ഹിജ്റ 150. ഇനി മൂന്നാമത്തത് ഇവിടെ ചേരുംപടി ചേർക്കാനാണ്. ഒന്നാമത്തെ ചോദ്യം, മുഅത്തത്ത് യുദ്ധത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നിർദ്ദേശിച്ച 3ാമത്തെ പടനായകൻ ആരായിരുന്നു? മുഅത്തത്ത് യുദ്ധം, അനീതിക്കെതിരിൽ ഒരു വിജയം എന്നുള്ള പാഠത്തിൽ നമ്മളത് വിശദമായി പറഞ്ഞിട്ടുണ്ട്. സയ്യിദ് ഇബ്നു ഹാരിസ റളിയല്ലാഹു അൻഹുവിന്റെ നേതൃത്വത്തിൽ 3000 പേരടങ്ങുന്ന ഒരു സൈന്യത്തെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മുഅത്തത്തിലേക്ക് അയച്ചത്. എന്നിട്ട് ഒരു വെള്ള പതാക നൽകി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, സയ്യിദ് റളിയല്ലാഹു അൻഹു ഷഹീദായാൽ ജഅഫർ ഇബ്നു അബീ താലിബ് റളിയല്ലാഹു അൻഹു ഈ പതാക ഏന്തിയിട്ട് യുദ്ധം നടത്തണം. അദ്ദേഹവും ഷഹീദായാൽ അബ്ദുല്ലാഹി ഇബ്നു റവാഹ എന്നവർ ഈ പതാക ഏറ്റെടുത്ത് യുദ്ധം തുടരണം. ഈ രൂപത്തിലാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത്. അപ്പോൾ രണ്ടാമത്തെ ഓപ്ഷൻ അബ്ദുല്ലാഹി ഇബ്നു റവാഹ. മുസ്ലിങ്ങളുടെ സഖ്യകക്ഷി ആരായിരുന്നു? ഖുസാഅ ഗോത്രം. ഇമാം അബുൽ ഹസൻ അൽ അഷ്അരി. നോമ്പുകാരനായി ഷഹീദായ സഹാബി ആരാണ്? ജഅഫർ റളിയല്ലാഹു അൻഹു. ഖന്തഖ് യുദ്ധം. ഖന്തഖ് യുദ്ധത്തിന് അഹ്സാബ് എന്നും പേരുണ്ട്. ഇനി നാലാമത്തത് ബ്രാക്കറ്റിൽ നിന്ന് പൂരിപ്പിക്കാം. അവിടെ താഴെ മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വഫാത്തിന്റെ വാർത്ത കേട്ട് പരിഭ്രമിച്ച സഹാബാക്കളെ സാന്ത്വനപ്പെടുത്തിയത് എന്ത് പറഞ്ഞുകൊണ്ടായിരുന്നു? ആ പറഞ്ഞ വാക്ക് ക്രമം തെറ്റിയിട്ടാണ് താഴെ കൊടുത്തിട്ടുള്ളത്. നമ്മളത് ക്രമത്തിലാക്കുകയാണ് വേണ്ടത്. എന്താണ് അതിന്റെ ശരിയായ രൂപം? വമാ മുഹമ്മദുൻ ഇല്ലാ റസൂലുൻ ഖദ് ഖലത് മിൻ ഖബ്ലിഹി റുസുൽ. ആ രൂപത്തിൽ നമ്മൾ അവിടെ ശരിയാക്കി എഴുതുകയാണ് വേണ്ടത്. രണ്ടാമത്തത് ഖുർആനിന്റെ ആയത്താണ്. അൽ യൗമ അക്മൽതു ലക്കും ദീനക്കും വഅത്മംതു അലൈക്കും നിഅമതി വറളീതു ലക്കുമുൽ ഇസ്ലാമ ദീന. ആ രൂപത്തിൽ ശരിയാക്കണം. മൂന്നാമത്തത് വഖുൽ ജാഅൽ ഹഖ്ഖു വസഹഖൽ ബാത്തിൽ ഇന്നൽ ബാത്തില കാന സഹൂഖാ. ഇനി അടുത്തത് അഞ്ചാമത്തത് ഒറ്റ വാക്കിൽ എഴുതാം. പരലോകത്ത് ആദ്യം വിധി പറയപ്പെടുന്ന കുറ്റം ഏതാണ്? കൊലപാതകമാണ്. തെറ്റ് സംഭവിക്കുകയില്ല. ആർക്ക്? അമ്പിയാക്കൾക്ക്, നബിമാർക്ക് തെറ്റ് സംഭവിക്കുകയില്ല. ഈമാനിന്റെ പകുതിയാണെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വിശേഷിപ്പിച്ചത് ഏതാണ്? ക്ഷമയാണ്. അസ്സബ്റു നിസ്ഫുൽ ഈമാൻ. മറ്റു അവയവങ്ങളെ പ്രവർത്തിക്കാൻ നിർദ്ദേശിക്കുന്നത് ആരാണ്? ഹൃദയമാണ്, ഖൽബ്.
കൽപ്പിച്ചത് ചെയ്യാനും നിരോധിച്ചത് ചെയ്യാതിരിക്കാനും ആവശ്യമാണ് എന്ത്? ക്ഷമ ആവശ്യമാണ്. ഇനി വ്യക്തമാക്കാം, വിപത്തുകൾ സംഭവിച്ചാൽ എന്താണ് പറയേണ്ടത്? ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ എന്ന് പറയണം. തൗബ സ്വീകരിക്കാനുള്ള നിബന്ധനകളിൽ നിന്ന് 2 എഴുതുക. ഒന്നാമത്തത്, ചെയ്ത ദോഷങ്ങളുടെ പേരിൽ അങ്ങേയറ്റം ഖേദമുണ്ടാവുക, അതുപോലെ ദോഷങ്ങളിൽ നിന്ന് പൂർണ്ണമായി ഒഴിവാകുക. വീണ്ടും നമ്മൾ പറഞ്ഞിട്ടുണ്ട്, 2 എഴുതിയാൽ മതി. മൂന്നാമത്തത്, പുരുഷന് ധരിക്കൽ ഹറാമായവ എന്തൊക്കെയാണ്? പട്ട്, അതുപോലെ സ്വർണം, ഇതൊക്കെ പുരുഷന് ധരിക്കൽ ഹറാമാണ്. ഇനി 4മത്തത്, തസ്കിയത്തുൽ ഖുലൂബ് എന്ന് പറഞ്ഞാൽ എന്താണ്? ദുഷിച്ച വിശ്വാസം, വിചാരം, വികാരം എന്നിവയിൽ നിന്ന് ഖൽബിനെ ശുദ്ധിയാക്കലാണ് തസ്കിയത്തുൽ ഖുലൂബ്. ഇനി താഴെ അർത്ഥം എഴുതാനാണ്. ഇന്നല്ലാഹ അസ്സ വജല്ല യഖ്ബലു തൗബത്തൽ അബ്ദി മാ ലം യുഗർഗിർ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, റൂഹ് തൊണ്ടക്കുഴിയിലെത്താത്ത കാലത്തോളം അടിമയുടെ തൗബ അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കുക തന്നെ ചെയ്യും. രണ്ടാമത്തത്, ലാ യൻദുറുല്ലാഹു യൗമൽ ഖിയാമത്തി ഇലാ മൻ ജറ ഇസാറഹു ബതറ. അഹങ്കാരത്തോടുകൂടെ ഞെരിയാണിക്ക് താഴെ വസ്ത്രം വലിച്ചിഴച്ച് നടക്കുന്നവരുടെ മുഖത്തേക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ഖിയാമത്ത് നാളിൽ നോക്കുകയില്ല. ഇനി അവസാനത്തെ ചോദ്യം, ഉത്തരം എഴുതാം. ഒന്നാമത്തത്, ഖിയാമത്ത് നാളിൽ അല്ലാഹു നോക്കുകയില്ല. ആരിലേക്ക്? നമ്മളിവിടെ പറഞ്ഞു, അഹങ്കാരത്തോടുകൂടെ ഞെരിയാണിക്ക് താഴെ വസ്ത്രം വലിച്ചിഴച്ച് നടക്കുന്നവരുടെ മുഖത്തേക്ക് അല്ലാഹു തആല നോക്കുകയില്ല. ഇനി രണ്ടാമത്തത്, ലജ്ജ എന്നാൽ എന്ത്? എന്താണ് ലജ്ജ എന്ന് പറഞ്ഞാൽ? വെറുക്കപ്പെടുന്നത് ചെയ്യാതിരിക്കാനുള്ള ഉൾപ്രേരണയാണ് ലജ്ജ. 4മത്തത്, ഏറ്റവും വലിയ അനുഗ്രഹം ഏതാണ്? സൽ സ്വഭാവമാണ് ഏറ്റവും വലിയ അനുഗ്രഹം. നാവിന്റെ ശുക്ർ എന്ന് പറഞ്ഞാൽ നന്ദി. എങ്ങനെയാണ് നാവിന്റെ ശുക്ർ? അള്ളാഹുവിനെ സ്തുതിക്കുക, അതുപോലെ അള്ളാഹു താല തന്ന നിഅമത്തുകളെ എടുത്തു പറയുക. ഇനി അവസാനത്തെ ചോദ്യം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ശപിച്ചു ആരെ? ആൺവേഷം ധരിക്കുന്ന സ്ത്രീയെയും സ്ത്രീ വേഷം ധരിക്കുന്ന പുരുഷനെയും ഒക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ശപിച്ചിട്ടുണ്ട്. ഈ രൂപത്തിലാണ് താരീഖിന്റെയും അഖ്ലാഖിന്റെയും ഒരു മോഡൽ ചോദ്യ പേപ്പർ ഉള്ളത്. വിദ്യാർത്ഥികൾ നിർബന്ധമായും എല്ലാ പാഠങ്ങളും ആവർത്തിച്ച് വായിക്കുകയും കാര്യങ്ങൾ കൃത്യമായി പഠിക്കുകയും ചെയ്യണമെന്ന് സ്നേഹത്തോടെ ഓർമ്മപ്പെടുത്തുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാവർക്കും നല്ല വിജയം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. വീഡിയോ മറ്റുള്ളവരിലേക്ക് കൂടെ ഷെയർ ചെയ്യണം എന്ന് ഓർമ്മപ്പെടുത്തി. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.